ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു വിഷൻ. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് ഇക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ലീഗൽ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ജൂലൈ 10 നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പെടി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തെലുങ്ക് സ്പോർട്സ് ആക്ഷൻ സിനിമയാണ്. ഇപ്പോഴിതാ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭാഷകൾ തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷയിലും OTT റിലീസ് ചെയ്യും. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമയുടെ OTT അടുത്ത് തന്നെ ഉണ്ടാകും. അടുത്ത അപ്ഡേറ്റ് ഇസാക് പട്ടണം എന്ന തെലുങ്ക് ക്രൈം ആക്ഷൻ ത്രില്ലർ വെബ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസ് OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ഈ വെബ് സീരീസ് ജൂലൈ 2 ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കും. അപ്ഡേറ്റ് എന്ന മലയാളം സൈക്കോളജിക്കൽ ഹൊറർ ഫാന്റസി സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സാണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 19 മനോരമ മാക്സിൽ ഈ സിനിമ റിലീസ് ചെയ്യും. അടുത്ത അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയെ പറ്റിയാണ്. മലയാളം സ്പോർട്സ് ആക്ഷൻ സിനിമയാണ് ബൾട്ടി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 2026 ജനുവരി 9 ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. എന്നിട്ടും ഇതുവരെയായി ഈ സിനിമയുടെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യവാരം തന്നെ ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകും. ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റ് എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ അവസാനം തന്നെ ബ്ലാസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ലാംഗ്വേജിലാണ് ഈ സിനിമ റിലീസാകുന്നത്. ഇത് മലയാളം പീരീഡ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ടൊവിനോ തോമസ്, ഗയോഡ ലോവർ, വിനയ് രാഘവൻ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT മനോരമ മാക്സാണ് മേടിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ലാംഗ്വേജിലും ഈ സിനിമ കാണാൻ സാധിക്കുന്നതാണ്. മനോരമ മാക്സിൽ ജൂൺ അവസാനം തന്നെ പള്ളിച്ചട്ടമ്പിയുടെ OTT റിലീസ് ഉണ്ടാകും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാളം ആക്ഷൻ ഡ്രാമ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജൂൺ അവസാനം തന്നെ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാകും. അടുത്ത അപ്ഡേറ്റ് അതിരടി എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന സിനിമയാണ് അതിരടി. സോണി ലൈവാണ് അതിരടിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 19 സോണി ലൈവിൽ ഈ സിനിമയുടെ OTT റിലീസ് ഉണ്ടാകും. അവസാന അപ്ഡേറ്റ് ദൃശ്യം 3 എന്ന പടത്തെ പറ്റിയാണ്. ദൃശ്യം 3 ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ മോഹൻലാൽ, മീന, അൻസിബ ഹാസിം, ഈ സിനിമയുടെ 2 ആശ ശരത്ത്, സിദ്ദീഖ് എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ദൃശ്യം 3 ആമസോൺ പ്രൈമിൽ ജൂൺ 18 തന്നെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. നിങ്ങൾ കാത്തിരുന്ന OTT മൂവി ഏതാണ്? കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്